ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ്, 6ാമത്തെ മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് എഴുതാൻ പോകുന്നത്. അപ്പോൾ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മിഷൻ LDCയുടെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് PDF ബാച്ചാണ്. മിഷൻ LDC PDF ബാച്ചാണ്. മന്ത്ലി 99 രൂപയാണ് വരുന്നത്. ഫീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, SCRT ആൻഡ് NCRT, ഡെയിലി C ആൻഡ് എക്സ്പ്ലനേഷൻ, ഡെയിലി എക്സാം, അതുപോലെ വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുക. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായ തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം എന്ന്? രണ്ടാമത്തെ ചോദ്യം: ചില രാജ്യങ്ങളിൽ കാർഷിക മേഖല മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന് വളർച്ച കൂടുതൽ സംഭാവന നൽകുമ്പോൾ മറ്റ് ചില രാജ്യങ്ങളിൽ സേവന മേഖലയായിരിക്കും മുൻതൂക്കം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏത് മേഖലയാണ്? മൂന്നാമത്തെ ചോദ്യം: പ്രകൃതിവാതകങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്? നാലാമത്തെ ചോദ്യം: കോക്കിംഗ് കൽക്കരി എന്നും മൃദു കൽക്കരി എന്നും അറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ആറാമത്തെ ചോദ്യം: ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ഏഴാമത്തെ ചോദ്യം: സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? എട്ടാമത്തെ ചോദ്യം: തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഒൻപതാമത്തെ ചോദ്യം: ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? പത്താമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏത്? പതിനൊന്നാമത്തെ ചോദ്യം: തന്നിരിക്കുന്ന ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? പന്ത്രണ്ടാമത്തെ ചോദ്യം: മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്? പതിമൂന്നാമത്തെ ചോദ്യം: പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? പതിനാലാമത്തെ ചോദ്യം: തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്? പതിനഞ്ചാമത്തെ ചോദ്യം: മലബാറിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏത്? പതിനാറാമത്തെ ചോദ്യം: താഴെ തന്നവയിൽ നൃത്തത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ പെടാത്തത്. പതിനേഴാമത്തെ ചോദ്യം: സത്യജിത്ത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത്ത് റായ് പുരസ്കാരം നേടിയത് ആര്? പതിനെട്ടാമത്തെ ചോദ്യം: സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് എവിടെ? 19ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 20ാമത്തെ ചോദ്യം: ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം ഏത്? 21ാമത്തെ ചോദ്യം: നീളം 30 സെന്റിമീറ്റർ, വീതി 18 സെന്റിമീറ്റർ വശമുള്ള ഒരു ചതുരാകൃതിയിലുള്ള തറയിൽ പതിക്കാൻ സാധിക്കുന്ന തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണങ്ങളുടെ വശത്തിൻ്റെ നീളം എന്ത്? 22ാമത്തെ ചോദ്യം: മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാനുള്ള എത്ര സമയം വേണം? 23ാമത്തെ ചോദ്യം: ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? 24ാമത്തെ ചോദ്യം: സം ഓഫ് ദി കേക്ക് ഡാഷ് ബീൻ ഈറ്റൺ ബട്ട് ദ റെസ്റ്റ് റിമെയിൻസ് ഓൺ ദ ടേബിൾ. 25ാമത്തെ ചോദ്യം: ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? അപ്പോൾ ഉത്തരം കിട്ടി കാണും. 25 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി കാണും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കും പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായ തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം എന്തെന്നാണ്? ഓപ്ഷൻ ബി ആണ് 1983 നിലവിൽ വന്നത്. ഓഗസ്റ്റ് 27. ഓക്കെ, 1983 ഓഗസ്റ്റ് 27 നിലവിൽ വന്നത്. ഏത് താലൂക്ക് എന്ന് വെച്ചാൽ കോതമംഗലം താലൂക്ക്. ഓക്കെ, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം താലൂക്കിലാണെന്ന് ഓർത്ത് വയ്ക്കുക. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്ക് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വിസ്തീർണം 25 ചതുരശ്ര കിലോമീറ്ററാണ്. 25 സ്ക്വയർ കിലോമീറ്ററാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, തട്ടേക്കാട് എന്നാൽ അർത്ഥം എന്താക്കുന്നു എന്ന് ചോദിച്ചാൽ, തട്ടേക്കാട് എന്നാൽ അർത്ഥം പരന്ന വനം എന്നാണ്. എന്താണ്? പരന്ന വനം. ഓക്കെ, തട്ടേക്കാട് എന്നാൽ അർത്ഥം പരന്ന വനം എന്നാണെന്ന് ഓർത്ത് വയ്ക്കുക.
ഇപ്പം നിലവിലെ വർഷം 1983 ഓഗസ്റ്റ് 27. ഓക്കെ, അടുത്ത ചില രാജ്യങ്ങളിൽ കാർഷിക മേഖല മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ മുൻതൂക്കം ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ സേവന മേഖലയ്ക്കായിരിക്കും മുൻതൂക്കം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏത് മേഖല എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, സേവന മേഖലയാണ്. ഓപ്ഷൻ സി, സേവന മേഖല. ഓക്കെ, 53% സേവന മേഖലയാണ് ഇന്ത്യൻ GDP-യുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. വ്യവസായ മേഖല എത്രയെന്ന് വെച്ചാൽ ഏകദേശം 25 മുതൽ 28 വ്യവസായ മേഖല സംഭാവന നൽകുന്നത്. എന്നാൽ കാർഷിക മേഖലയാണെങ്കിൽ എത്രയെന്ന് ചോദിച്ചാൽ 15 മുതൽ 18% ഓർത്തുവയ്ക്കുക. 15 മുതൽ 18% ഓർത്തുവയ്ക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ നൽകുന്ന കാർഷിക മേഖലയാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രകൃതിവാതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ മീതേനാണ്. ഓപ്ഷൻ എ ആണ് മീതേൻ. മീതേൻ എന്ന് പറഞ്ഞാൽ മാർഷൽ ഗ്യാസ്. ഓക്കെ, മാർഷൽ ഗ്യാസ് അഥവാ മീതേൻ ഫുൾ CH4. ഓക്കെ, CH4 ആണ് മീതേൻ എന്ന് പറയുന്നത്, CH4. അടുത്ത് LPGയുടെ പ്രധാന ഘടകമാണ് ഏതെന്ന് പറയുന്നത്. LPGയുടെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. LPGയുടെ പ്രധാന ഘടകമാണ്. എൻ്റെ കെമിക്കൽ ഫോർമുല C4H10 ആണ്. ഓക്കെ, C4H10. അതുപോലെ മീതേൻ്റെ കെമിക്കൽ ഫോർമുലയാണ് CH4 എന്ന് ഓർത്തിക്കുക. അടുത്ത് പ്രൊപ്പേനും അതുപോലെ തന്നെ ഏതിനുള്ളതാണ്, ബ്യൂട്ടൈന് പോലെ അടങ്ങിയിരിക്കുന്ന, അതായത് പ്രകൃതിവാതക LPGയിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്താണ് പ്രൊപ്പേൻ എന്ന് പറയുന്നത്, മറന്നു പോരുത്. അടുത്ത ചോദ്യം, കോക്കിംഗ് കൽക്കരി എന്നും മൃദു കൽക്കരി എന്നും അറിയപ്പെടുന്ന കൽക്കരി ഏത് എന്നാണ് ചോദ്യം. കോക്കിംഗ് കൽക്കരി അതുപോലെ തന്നെ മൃദു കൽക്കരി എന്നറിയപ്പെടുന്ന കൽക്കരി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ബിറ്റുമിനസ് കൽക്കരിയാണ്. ബിറ്റുമിനസ് കൽക്കരി. ഓക്കെ, അപ്പോൾ കൽക്കരിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ബിറ്റുമിനസ് കൽക്കരി എന്ന് പറയുന്ന കൽക്കരികളിൽ ഏറ്റവും കൂടുതൽ 70 മുതൽ 86% കാർബണിൻ്റെ അളവുള്ളതാണ് എന്ന് ബിറ്റുമിനസ് കൽക്കരി. 70 മുതൽ 86%. ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് ആണ്. ഈർപ്പം കൂടുതലുള്ള കൽക്കരി എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. വൈദ്യുതി ഉൽപ്പാദനത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ലിഗ്നൈറ്റ് ആണ്. പീറ്റ് എന്ന് പറയുന്നത് കൽക്കരിയുടെ രൂപത്തിലുള്ള ആദ്യ ഘട്ടമാണ് എന്ന് പറയുന്നത് പീറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി വരുത്താനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, പാർലമെൻറ്റിനാണ് അധികാരം. ഭരണഘടനയുടെ കാവൽക്കാരെന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിക്ക് റദ്ദ് ചെയ്യാൻ കഴിയുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഭരണഘടനയുടെ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരു നിയമമായിട്ട് മാറണമെങ്കിൽ ആരൊപ്പിടണം? രാഷ്ട്രപതി ഒപ്പിടണം. അടുത്ത കേന്ദ്ര മന്ത്രിസഭയെന്ന് പറയുന്ന ആരൊക്കെ ചേർന്ന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. അതായത് മുൻകൈ എടുക്കുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി മുൻകൈ എടുക്കുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം, ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. വസ്തുവിൻ്റെ ഭാരം എവിടെയായിരിക്കും 0 ആയിരിക്കുക എന്നാണ് ചോദ്യം. എവിടെയായിരിക്കും? അതിൻ്റെ ഓപ്ഷൻസ് എന്നാണ് നമുക്ക് ഡാഷ് പൂരിപ്പിക്കേണ്ടത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഓപ്ഷൻ ഡി ആണ്, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഒരു വസ്തുവിൻ്റെ ഭാരം, അതായത് W എന്നത് ഭൂമിയുടെ ആ വസ്തുവിൻ്റെ ആകർഷിക്കുന്ന ഗുരുത്വാകർഷണ ബലം W=mg എന്നാണ്. മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് എടുക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 മാറുന്നു. ഓക്കെ, G എപ്പോഴും 0 ആയിരിക്കും. എവിടെയായിരിക്കും? സെൻട്രലായിരിക്കും. ഭൂമിയുടെ സെൻട്രലായിരിക്കുമ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? 0 ആയിട്ട് മാറുന്നു. പോൾസിൽ ധ്രുവങ്ങളിൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് ദൂരം കുറവായതിനാൽ ഭൂഗുരുത്വാകർഷണ ബലം കുറവായിരിക്കും. ഓക്കെ, എവിടെയാണ്? കുറവല്ല, കൂടുതലായിരിക്കും. ധ്രുവങ്ങളിൽ ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലായിരിക്കും. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്നാണ് ചോദ്യം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ബുധൻ. സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 88 ദിവസങ്ങളാണ്. ഓക്കെ, സൂര്യനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 88 ദിവസമാണെന്ന് ഓർത്തിക്കുക.
അടുത്ത ശുക്രൻ്റെ പ്രത്യേകത ശുക്രൻ സൂര്യനിൽ നിന്ന് ദൂരത്തിൽ 2ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്നത് 2ാം സ്ഥാനം. ഈ സൗരത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ശുക്രനാണ്. ശുക്രന് ചൂട് കൂടിയ ഗ്രഹം വരാൻ കാരണം എന്താ? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് ചൂട് കൂടാൻ കാരണമെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത് വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹം സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് ഓർത്തുവയ്ക്കുക. ഏറ്റവും വേഗത്തിൽ സ്വന്തം അച്ചുതട്ടി കറങ്ങുന്ന ഗ്രഹമാണ് എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുന്നത്. ശനി എന്ന് പറയുന്നത് ഒരു എന്തുള്ള വലയമുള്ള ഒരു ഗ്രഹമാണ് എന്ന് പറയുന്നത് ശനി എന്ന് സാറ്റേൺ എന്ന് ഓർത്തുവയ്ക്കുക. ഏറ്റവും വലിയ 2ാമത്തെ ഗ്രഹമാണ് എന്ന് പറയുന്നത് ശനി. അടുത്ത 8ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് ആണ്. 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത്. വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. 1894. ഇവിടെ ചോദിച്ചിരിക്കുന്ന സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലെയാണ്. ഇത് സ്ഥാപിച്ചത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ഓർത്തുവയ്ക്കുക, 1873 സത്യശോധക് സമാജ് മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചത്? ജ്യോതി റാവു ഫുലെ സ്ഥാപിച്ചത്. ഓർത്തുവയ്ക്കുക. അപ്പോൾ മാറിപ്പോയത്. ഓക്കെ. അടുത്ത 9ാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഗോളിയോറാണ്. ഓക്കെ. ഭാരതീയ ന്യായ സംഹിത BNS കേട്ടിട്ടുണ്ടാവും. BNS. ഓക്കെ. ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ BNS ഇത് ഏത് പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഹസീറ പോലീസ് സ്റ്റേഷൻ കേട്ടോ. ഹസീറ പോലീസ് ഗോളിയോറിലെ ഹസീറ പോലീസ് സ്റ്റേഷനാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. BNS എന്തിന് പകരമാണ് BNS വന്നത്? ഇന്ത്യൻ പീനൽ കോഡ് IPCക്ക് പകരമാണ്. IPC വർഷം അറിയാലോ, 1860. IPCക്ക് പകരമാണ് എന്ന് ഭാരതീയ ന്യായ സംഹിത. ഇത് ഇന്ത്യയിൽ മുഴുവനായി നിലവിൽ വന്നത് 2024 ജൂലൈ 1 ഓക്കെ. ജൂലൈ 1. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് BNS ഉണ്ട്, രണ്ടാമത് BNSS. ഓക്കെ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓക്കെ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് BNSS. ഓക്കെ. അത് ഏതിന് പകരം വന്ന? ക്രിമിനൽ പ്രൊസീസ് CRPC നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CRPC 1973. CRPC നിലവിൽ വന്ന വർഷം 1973. അതിന് പകരം നിലവിൽ വന്നതാണ് BNSS. അതൊരു കുറ്റകൃത്യം വന്നാൽ പോലീസ് എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്നതാണ് എന്ന് പറയുന്നത് BNSS എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് നമ്മൾ BNS എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്, അവയെ നൽകേണ്ട ശിക്ഷകൾ എന്തൊക്കെയാണ് എന്ന് നിർവചിക്കുന്നതാണ് എന്ന് പറയുന്ന BNS എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത് നോക്കേണ്ടത് 3ാമത്തെന്ന് പറയുന്നത് BSA ആണ്. എന്താ BSA? ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഓക്കെ. ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്നതാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരം നിലവിൽ വന്നതാണ് BSA എന്ന് പറയുന്നത്, ഭാരതീയ സാക്ഷ്യം അധിനിയമം എന്ന് പറയുന്നത്. കോടതിയിലെ ഒരു കേസ് തെളിയിക്കുന്നതിനായി ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് സ്വീകരിക്കേണ്ടതോ എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് BSA അഥവാ എന്താണ്? BSA അഥവാ ഭാരതീയ സാക്ഷ്യം അധിനിയമം എന്നർത്ഥിക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏത്? കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്, ഭാഷിണിയാണ്. ഇതാണ് ഭാഷിണി. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഇൻ്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുന്നത് എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഭാഷ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി എന്ന് പറയുന്നത്. ഓക്കെ. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി മറന്നു പോയത്. ഓക്കെ. ഈ MH-16 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഹെലികോപ്റ്ററാണ്. റോമിയോ ഹെലികോപ്റ്ററാണ് എന്ന് പറയുന്നത് MH-16 എന്ന് പറയുന്നത്. ഓക്കെ. ഈ നാസ് എന്ന് പറഞ്ഞാൽ സാസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതായത് ഒരു സോഫ്റ്റ്വെയർ എന്നതിൻ്റെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൻ്റെ ചുരുക്കരൂപമാണ് സാസ് എന്ന് പറയുന്നത്. ഓക്കെ. SaaS സാസ്. ക്ലിയർ? മറന്നു വരുന്നത്. ഈ കൃത്യം എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിക്കോണായ ഓല കമ്പനിയുടെ സ്ഥാപകൻ ഫവിക് അഗർവാൾ വികസിപ്പിച്ച AI മോഡലാണ് എന്ന് പറയുന്നത്
കൃത്യമെന്ന് പറഞ്ഞു. 11ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ആയുഷ് വകുപ്പിൻ്റെ ചികിത്സ വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സിമ്പിളായിട്ട് കിട്ടും, അലോപ്പതിയാണ്. അലോപ്പതി എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ, അതായത് മോഡേൺ മെഡിസിനിൽ വരുന്നതാണ് എന്ന് പറയുന്നത് അലോപ്പതി, മോഡേൺ മെഡിസിനിൽ. ബാക്കിയെല്ലാം വരുന്ന ആയുർവേദം, യുനാനി, സിദ്ധ. ഓക്കെ, ആയുഷ് നമുക്ക് നോക്കാം. ആയുഷ് AYUSH എന്നല്ലേ ആയുഷ്. എന്ന് പറഞ്ഞാൽ ഏതാ? ആയുർവേദ. എന്ന് പറഞ്ഞാൽ ആയുർവേദ. ഓക്കെ, ആയുഷിൽ വരുന്ന ആയുർവേദ. യോ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ യോഗ ആൻഡ് നാച്ചുറോപ്പതി. ഓക്കെ, യോഗ ആൻഡ് നാച്ചുറോപ്പതി. യു എന്ന് പറഞ്ഞാൽ യുനാനി. എസ് എന്ന് പറഞ്ഞാൽ സിദ്ധ. ഓക്കെ, ലാസ്റ്റ് H എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, ആയുഷ് ചികിത്സാ രീതിയിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, 12ാം ചോദ്യം നോക്കാം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം സംപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് വികിരണം അഥവാ റേഡിയേഷൻ. ഓക്കെ, താപം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രേഷണം ചെയ്യുന്ന 3 പ്രധാന രീതികളാണുള്ളത്. ഒന്ന് ചാലകം അഥവാ കണ്ടൻഷൻ, ഖരപദാർത്ഥങ്ങളിൽ നിന്ന് മാധ്യമത്തിൻ്റെ തന്മാത്രയുടെ സ്ഥാനമാറ്റം കൂടാതെ താപം കൈമാറുന്ന ചെയ്യുന്ന രീതിയാണ് എന്ന് പറയുന്നത് ചാലകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കമ്പിൻ്റെ ഒരറ്റത്ത് ചൂടാക്കുമ്പോൾ അതെന്ത് ചെയ്യും? മറ്റേ അറ്റവും ചൂടാകുന്നു. അത് എന്തിനു ഉദാഹരണമാണ്? ചാലകത്വം, അതായത് കണ്ടക്ഷന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി സംവഹനം എന്ന് പറഞ്ഞാൽ എന്താ? കൺവെൻഷൻ. ഓക്കെ, ദ്രാവകത്തിൻ്റെ വാതകത്തിൻ്റെ മധ്യത്തിൻ്റെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം വഴി താപം പ്രേഷണം ചെയ്യപ്പെടും. ഓക്കെ, അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അതായത് വെള്ളം തിളയ്ക്കുന്നത് എന്തിനൊരു ഉദാഹരണമാണ്? സംവഹനത്തിന് ഉദാഹരണമാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത 13ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത് എന്നാണ് ചോദ്യം. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു കോഡുണ്ട്, ഓർത്ത് വയ്ക്കുക. ഒരു ത്രികോണം വരയ്ക്കുക. ഗർഭിണിയായ 2ാം ഭാര്യ, അതായത് ഗ്രീന്, റെഡ്, ബ്ലൂ. യമുനയിൽ മുങ്ങി M, മജന്ത, ചത്തു സിയാൻ. ഓക്കെ, ഗർഭിണിയായ 2ാം ഭാര്യ, അതായത് ഗ്രീനും റെഡും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും? യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും കൂടെ ചേർന്നാൽ മജന്ത കിട്ടും. ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നാൽ സിയാൻ കിട്ടും. ഓക്കെ, അടുത്ത് ഇനി നമ്മുടെ ചോദ്യം, പച്ചയും ചുവപ്പും ചേർന്നാൽ എന്ത് കിട്ടുമെന്നാണ്? മഞ്ഞയാണ്, യെല്ലോ, ഓപ്ഷൻ ബി. ഓക്കെ, ബാക്കിയെല്ലാം കിട്ടുമല്ലോ, സിമ്പിളാണ്. അടുത്ത് 14ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാ കടത്തിവിടുമ്പോൾ? ഓപ്ഷൻ സി ആണ്, കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുമ്പോൾ എന്താ? CA കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, OH2 കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH2. ഓക്കെ, അതിൻ്റെ കൂടെ എന്താ പറയുക? കാർബൺ ഡയോക്സൈഡ് കടത്തിവിടും. കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ എന്ത് കിട്ടും? കാൽസ്യം കാർബണേറ്റ്, CaCO3, കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ രാസപ്രവർത്തനമാണ് ഈ കാണിച്ചത്. ജസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഓപ്ഷനിൽ കാൽസ്യം കാർബണേറ്റ് എന്ന് കാണില്ല, അതിന് പകരം CaCO3 പ്ലസ് 2H2 എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആൻസർ നോക്കിയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത, മലബാറിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏത് എന്നാണ് ചോദ്യം. സിമ്പിളാണ്, ഓപ്ഷൻ ബി ആണ്, അഞ്ചരക്കണ്ടിയാണ്. ഏതാണ്? അഞ്ചരക്കണ്ടി. 1797 മുൾഡോക്ക് ബ്രൗൺ എന്ന ബ്രിട്ടീഷുകാരനാണ് സ്ഥാപിക്കുന്നത് അഞ്ചരക്കണ്ടിയിൽ ഈ സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഈ ബേപ്പൂരിൻ്റെ പ്രത്യേകത എന്താ? മലബാറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 തിരൂർ ടു ബേപ്പൂർ സ്ഥാപിക്കപ്പെട്ടതാണ്. തലശ്ശേരിയുടെ പ്രത്യേകത 3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. അതായത് കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. ഓക്കെ, സർക്കസ് ആദ്യമായി ആരംഭിച്ചത് തലശ്ശേരിയാണ്. ഒരു ബേക്കറി ആദ്യമായി ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ആദ്യമായി നടന്നത് തലശ്ശേരിയിലാണ്. ഓക്കെ, 16ാമത്തെ ചോദ്യം, താഴെ പറയുന്ന നൃത്തത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, നാടകം ഒരു കലാരൂപം, വേറൊരു കലാരൂപമാണ്. നാട്യം, നൃത്തം, സംഗീതം എന്നിവ നൃത്തത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണെന്ന് ഓർത്തേക്കും. 17ാമത്തെ ചോദ്യം, സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത് ആരെന്നാണ്. ഓപ്ഷൻ ഡി ആണ്, TV ചന്ദ്രൻ എന്ന് ഓർത്ത് വയ്ക്കുക. 18ാമത്തെ ചോദ്യം, സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തലശ്ശേരി കണ്ണൂരാണെന്ന് ഓർത്ത് വയ്ക്കുക. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം
നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത് പ്രകാരമാണ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 52ാം ഭരണഘടനാ ഭേദഗതി 1985. പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധിയാണെന്ന് ഓർത്ത് വയ്ക്കുക. 10ാം ഷെഡ്യൂളിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. 10ാം ഷെഡ്യൂള്. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി 1972 76 എന്തെന്നറിയപ്പെടും? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 44ാം ഭരണഘടനാ ഭേദഗതി 1978 എന്താ പ്രത്യേകത? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നിയമ അവകാശമാക്കി മാറ്റി. ഓക്കെ, 44ാം ഭേദഗതി പ്രകാരം 1978. 61ാം ഭരണഘടനാ ഭേദഗതി 1989. രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെയാണ്. എന്താ പ്രത്യേകത? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ചുരുക്കിയ ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയ വർഷം എന്നതാണ്. ഓപ്ഷൻ സി ആണ് 1955. എന്നാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നീളം 30 സെൻറ്റിമീറ്റർ, വീതി 18 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചതുരാകൃതിയിലുള്ള തറയിൽ പതിക്കാൻ സാധിക്കുന്ന തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണങ്ങളുടെ വശത്തിൻ്റെ നീളം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ HCF കാണുക. HCF, അതായത് ഉത്തമ സാധാരണ ഘടകം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എങ്ങനെ HCF എങ്ങനെ കാണാം? 30, 18 എന്നാണ് നമ്മുടെ ഇവിടുത്തെ സംഖ്യ, വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കൊണ്ട് പോകും? 3 കൊണ്ട് പോകും. 3 കൊണ്ട് പോകുമ്പോൾ 30 എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. 6 3 18, 6 പ്രാവശ്യം. 18 6 പ്രാവശ്യം. വീണ്ടും എത്ര കൊണ്ട് പോകാം? 2 കൊണ്ട് പോകാം. 2 കൊണ്ട് പോകുമ്പോൾ 10 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 6 എത്ര? 3 പ്രാവശ്യം. ഓക്കെ, എല്ലാം കൂടെ കുടിച്ച് നോക്കാം. 3 2 6, 6 30, 30 3 90 എന്ന് കിട്ടും. അപ്പോൾ HCF എത്രയാണ്? 90 എന്ന് കിട്ടും. ഉത്തരം 90. അപ്പോൾ 90 വലിപ്പമുള്ള തുല്യ വലിപ്പമുള്ള കഷ്ണങ്ങളാണ്. വശത്തിൻ്റെ നീളം 90 വശമുള്ള മാർബിളാണ് ഉപയോഗിക്കാൻ കഴിയുക. ഓക്കെ, 22ാം ചോദ്യം, മണിക്കൂർ 90 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിന് 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ടൈമാണ്. ടൈമാണ് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സ്പീഡ് എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കിലോമീറ്റർ പെർ അവറിന് എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? 90 × 5/18 കൊണ്ട് ഗുണിക്കുക. 90 × 5/18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 90 × 5/18 18 കൊണ്ട് ഗുണിക്കുമ്പോൾ 18 5 90, 18 5 90, 5 5 25 കിട്ടുമ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ഈ ട്രെയിനിൻ്റെതും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസ്റ്റൻസ് കൂടെ കണക്കാക്കണം. 250 + 150. 250 + 150 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 എന്ന് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 400 ഡിവൈഡ് ബൈ സ്പീഡും കിട്ടി 25. ഓക്കെ, 400നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100-ലാണെങ്കിൽ 25 4 പ്രാവശ്യം. അപ്പോൾ 16 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ. 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് സമയം. 16 സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് അല്ല, 16 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 23ാം ചോദ്യം, ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ഭക്ഷിക്കുന്നവൻ. അടുത്ത 24ാം ചോദ്യം, സം ഓഫ് ദ കേക്ക് ഡാഷ് ബീൻ ഈറ്റൻ എന്നാണ് ചോദ്യം. സം ഓഫ് ദ കേക്ക് ഡാഷ് ബീൻ ഈറ്റൻ ബട്ട് ദ റെസ്റ്റ് റിമെയിൻസ് ഓൺ ദ ടേബിൾ. ഓക്കെ, ഇവിടെ സം എന്ന പദം വന്നിരിക്കുന്നുണ്ട്. ആ പദത്തിന് എന്തായിട്ടാണ് സൂചിപ്പിക്കുന്നത്? ഈ ഇവിടെ സം ഓഫ് ദ കേക്ക് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ സം വരുമ്പോൾ ഇത് അൺകൗണ്ടബിൾ നൗണായ കേക്കിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സം വന്നിരിക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്നത് സിംഗുലറായിട്ട് കണക്കാക്കും. ഓക്കെ, സം വന്നിരിക്കുന്നത് സിംഗുലറായിട്ട് കണക്കാക്കും. ഓപ്ഷൻ എ ആണ്, ഹാസ്. സം ഓഫ് ദ കേക്ക് ഹാസ്. ഓക്കെ, ആൻസർ വരുന്നത് എന്താ? ഹാസ് എന്നാണ്. ഇവിടെ സം എന്ന പദം എന്താണ്? എണ്ണാൻ കഴിയാത്ത ഒരു പദാർത്ഥത്തെ കണക്കാക്കാൻ വേണ്ടിയാണ് സം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിംഗുലറായിട്ട് കണക്കാക്കുന്ന ഹാസായിട്ട്, അൺകൗണ്ടബിൾ ആയതുകൊണ്ട് ഹാസായിട്ട് ഉപയോഗിക്കും. അടുത്ത 25ാം ചോദ്യം, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നതാണ്. ഓപ്ഷൻ സി ആണ്, ജൂലൈ 28. പരിസ്ഥിതി ദിനമാണ് ജൂൺ 5 എന്ന് ഓർത്ത് വയ്ക്കുക. 25 മാർക്കിന് എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.